ആരാധന ആരാധന അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഈസഹാക്കിന്നിടയനേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ വീശി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളിൽ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിച്ച് വണങ്ങുന്നു. ഞങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥനകളും ഞങ്ങളുടെ മനസ്സിലെ നൊമ്പരങ്ങളും ദുപാർച്ചനയെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ മനമുയർത്തി സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ധൂപം പോലെ ഉയരുന്ന ഞങ്ങളുടെ മനസ്സിന്റെ നിർവൃതികൾ, ഞങ്ങളുടെ മനസ്സിന്റെ പ്രാർത്ഥനകള്, ഞങ്ങളുടെ മനസ്സിന്റെ സങ്കടങ്ങള് കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവേ, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനാവശ്യങ്ങള്, ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങള് ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ ദൈവമാതാവേ, കൃപാസന ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥന, ഉടമ്പടി ധ്യാനത്തിന് ഇപ്പോൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട തിരുസഭ ഏറ്റെടുക്കാൻ ജീവിതപടം ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. അഭിഷേകം ഉണ്ടാകാൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തില് രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഞങ്ങള് സമർപ്പിച്ച നിയോഗങ്ങള് ഇപ്പോൾ ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനം കൂടി ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയില് അമ്മ പ്രത്യക്ഷമായ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്തുതിച്ച് സമർപ്പിക്കുകയാണ്. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിൽ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ,
അങ്ങേ സന്നിധി അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ചെയ്ത ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. എനിക്ക് ശക്തി തരണം. കൃപാസനത്തിലെ ശാസനത്തിലെ ചൊവ്വാഴ്ചകളിലെ വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ വലിയ ഉടമ്പടി ആരാധനയിൽ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം ഈ ആവശ്യം സാധിച്ചു തരണമേ. ചേർത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. Praise the Lord. Praise the Lord. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എളിയവന്റെ നിലവിളി കേൾക്കുന്ന ദൈവമേ, അവന്റെ കണ്ണുനീരൊപ്പുന്ന ദൈവമേ, ഇപ്പോൾ കണ്ണുനീരോടുകൂടി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് എന്തിനാ? കർത്താവിനെ അറിയാനാണ്. എന്തിനാണ് അറിയണത്? അറിഞ്ഞ് അർത്ഥവത്തായി ആരാധിക്കാനും അർത്ഥവത്തായി ജീവിതത്തിൽ ഈശോയെ അനുഭവിക്കുവാനും വേണ്ടിയാണ് നമ്മൾ അറിയണത്. അപ്പോൾ ഒരു പ്രസംഗം മോഡൽ നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു പടി കൂടി മുന്നേറാൻ ആവശ്യമായ ദൈവിക ജ്ഞാനം കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് പങ്കിട്ട് ലഭിക്കേണ്ടത് നമ്മുടെ ഒരു ആധ്യാത്മികമായ അവകാശമാണ്. അത് നമ്മൾ ദൈവത്തോടാണ് ചോദിക്കണം, അല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് കർത്താവിൻ്റെ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ച് ആലോചിച്ച് ഒന്നും പ്രസംഗം ഒരിക്കലും ചെയ്യത്തില്ല, ഒരുങ്ങത്തുമില്ല. ഇരുന്ന് പ്രാർത്ഥിക്കും. ശ്രുതികട ഹല്ലേലൂയ. അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അഭിഷേക വചനത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. തൊഴിൽ മേഖലകളെ ആശീർവദിക്കണമേ. വിവിധ മേഖലകളെ ആശീർവദിക്കണമേ. മക്കളെ ആശീർവദിക്കണമേ. അതിശക്തമായി സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ. പല ക്രൈസ്തവരും ഈ കാലങ്ങളിൽ കുറേ സങ്കടത്തിലാണ്. അവർക്ക് പണ്ട് ഉടമ്പടി എടുക്കാമായിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാന്ന് ചോദിക്കും. കാരണം അവരുടെ ജീവിതം വളരെ ക്ലേശഭൂയിഷ്ടമാണ്. ദൈവത്തിൻ്റെ ഒരു ഇടപെടലില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അച്ഛന് പറയാനുള്ള, നിങ്ങൾ പ്രേക്ഷിത വേല ചെയ്താലും മതി. പ്രേക്ഷിത വേല ചെയ്യാമല്ലോ. ഇപ്പോൾ മീനാംബിക അങ്ങനെ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ? അങ്ങനെ സാക്ഷ്യം കേട്ടില്ല. അവരെന്നാ ചെയ്ത്? അവരുടെ മകൻ്റെ ജീവിതം ഇങ്ങനെ കുമ്പടഞ്ഞു പോയപ്പോൾ അവരെന്നാ പറഞ്ഞത്? ഞാൻ ഇരട്ടി പ്രേക്ഷിത വേല ചെയ്തെന്നാണ് പറഞ്ഞത്. ഇരട്ടി പ്രേക്ഷിത വേല. നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് വചനം കേൾക്കുന്നു, അല്ലേ? പിന്നെ വചനം വായിക്കുന്നു, ഉപവസിക്കുന്നു, പിന്നെ പ്രാർത്ഥിക്കുന്നു. കൂടാതെ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു, പിന്നെ പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യുന്നു. ഇപ്പം കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതിനെന്നാ നിങ്ങൾക്ക് വേണ്ടത്? ദൈവസ്നേഹം വേണം, അല്ലെങ്കിൽ സാങ്കേതികമായി പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഗർഭത്തെ ശിശു, ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഫ്ലൂയിഡ് ഇല്ലെന്ന് പറയും. അതായത് ഗർഭപാത്രത്തിൽ കുഞ്ഞിന് മുങ്ങിക്കിടക്കാനുള്ള മിശ്രിതം ഇല്ലെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കൊച്ചിന് അപകടങ്ങൾ വരും.
അതുപോലെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഫ്ലൂയിഡ് ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഫ്ലൂയിഡ് എന്താ? ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാം. ദൈവസ്നേഹം ഇല്ലാതെ ഉടമ്പടി എടുത്തതല്ലേ, ഇത് കൊടുത്ത് അവസാനിപ്പിക്കണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാട്ടിക്കൂട്ടി ഒപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റും. അതാണ് പല ആൾക്കാർക്കും പറ്റിയിരിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തോടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പം നിങ്ങൾ തീവ്രമായി ഉള്ളിൽ ആഗ്രഹിക്കണം. എന്താഗ്രഹിക്കണം? ഞാനീ കൊടുക്കുന്ന ഒരു പത്രം അല്ലെങ്കിൽ എൻ്റെ ഒരു ശുശ്രൂഷ കാരണം കർത്താവിനെ മറ്റു മനുഷ്യർ അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞേ മതിയാവുമെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് ഈ ഉപവാസം എടുക്കത്തില്ലേ, ഉപവാസം എടുക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തവരെ ഓർക്കണം. കർത്താവ്, ഞാൻ ഉപവസിക്കുന്നു, പക്ഷേ ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഫലമുണ്ടാകാൻ ഞാൻ ഉപവാസം കാഴ്ചവെക്കുന്നു എന്ന് പറയണം. ഒന്ന് പറഞ്ഞ്, അമ്മേ, ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ലോകം ഈശോയെ അറിയാൻ എൻ്റെ ഉപവാസത്തെ ഉടമ്പടി പ്രകാരം ദൈവസ്നേഹത്തോടെ കാഴ്ചവെക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഓരോ പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടി നിബന്ധന പ്രകാരം അഭിമാനത്തോടെ ചെയ്യാൻ, ദൈവകൃപയോടെ ചെയ്യാൻ കർത്താവിന്റെ ശക്തി ഒഴുകണമേ, ദൈവത്തിന്റെ കൃപ ചൊരിയണമേ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലീന സ്റ്റാൻലി. ഞാൻ 2024 മെയ് 6-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സാക്ഷ്യം ഉടമ്പടിയിലേക്ക് വരാൻ ഉണ്ടായ കാരണമാണ്. ഇത് ഞാൻ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ അമ്മയുടെ ഒരു നട്ടലിനുള്ള ഓപ്പറേഷൻ വഴിയാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ, അത് ചെയ്താൽ അമ്മച്ചിക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. അവർക്കൊരു ഉറപ്പുമില്ല, നമ്മൾ എഴുതി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നതുകൊണ്ട് എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു എനിക്ക് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എഴുതി തന്നെ. ആൻറ്റി വർഷങ്ങളായിട്ട് ഉടമ്പടി എടുത്ത ഒരാളാണ്. ആൻറ്റി അപ്പോൾ ഉടനെ എനിക്ക് ഫോണിൽ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന അയച്ചു തന്ന് ഞാൻ മാതാവിനോട് പിറ്റേ ദിവസം 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അമ്മേ, ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മച്ചിയെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. പക്ഷേ എൻ്റെ അമ്മച്ചി എനിക്ക് നീ തിരിച്ചു തരണം, ഓപ്പറേഷൻ സമയത്ത് യാതൊരു കുഴപ്പവും ഉണ്ടാകരുതെന്ന്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി, എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ച ഫലമായി അമ്മ എനിക്ക് തിരിച്ചു തരികയും ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് നന്ദി പറഞ്ഞ് മാതാവിനോട് വന്നു. പക്ഷേ ഉടമ്പടി എടുക്കാൻ എനിക്ക് ഭയമായിരുന്നു. കാര്യം എനിക്കതിനുള്ള അർഹതയുണ്ടോ, ഞാൻ പാവിയാണ്, ഇവിടെ വന്ന് ഉടമ്പടി നിയമങ്ങൾ പാലിക്കാനും എടുക്കാനൊക്കെ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഭയം എന്നെ പലരെ അലട്ടിയിരുന്നു. എങ്കിലും ഉടമ്പടി എടുക്കാൻ ഞാൻ തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും 5:30 പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഏപ്രിൽ മാസം അച്ഛൻ ഇങ്ങനെ പറയും, നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ഭയപ്പെടേണ്ട, മാതാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്ക്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തരുമെന്ന്. അങ്ങനെ ഞാൻ മെയ് 2024 മെയ് 6-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ഇതാണ് എൻ്റെ ആദ്യ സാക്ഷ്യം. അടുത്തത് എൻ്റെ അപ്പച്ചൻ്റെ സ്ഥലത്ത് ഒരു റീസർവേ നടത്താൻ അപ്പച്ചൻ 2-3 പ്രാവശ്യം അവിടെ പോയി താലൂക്ക് പോയി ഡേറ്റ് എടുത്ത്, പക്ഷെ നടന്നില്ല. അപ്പം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി കൊണ്ടുപോയി അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി വിതരണം. അങ്ങനെ ചൊല്ലിയ ഒരു ഡേറ്റ് കിട്ടുകയും ആ റീസർവ് നടന്നു കിട്ടുകയും ചെയ്തു. അടുത്തതായത് എനിക്ക് ഏറ്റവും കൂടുതലൊരു ആഗ്രഹമാണ് ജപമാല റാലി പങ്കെടുക്കുക എന്നുള്ളത്. അതും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പങ്കെടുക്കുക എന്നുള്ളത് വളരെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ആൾ വിദേശത്തായിരുന്നു. ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വരാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അടുത്തത് എൻ്റെ മകൻ്റെ കാര്യമാണ്. അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയതാണ്, പക്ഷേ പെട്ടെന്ന് ബസ് പിടിക്കുകയും അവൻ വീഴുകയും ചെയ്തു. അത് കണ്ടിരുന്ന കൊച്ചെന്നെ വിളിച്ചു പറഞ്ഞു, ആൻറ്റി അവൻ എന്തോ പറ്റിയിട്ടുണ്ട്, ആൻറ്റി ഓടിച്ചെല്ലുന്നു. അപ്പം ഞാൻ മാതാവേ നിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക്. അപ്പോൾ അവൻ
കയറി വന്നു. അവന് വേറെ കൈ ഇച്ചിരി പൊട്ടിയതല്ല, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. രണ്ടാമത്തെ വീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ കോൺക്രീറ്റ് കെട്ടി ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ളതാണ്. ഇവൻ ഓടി കയറിയതാണ്. പെട്ടെന്ന് സ്ലിപ്പാവുകയും പക്ഷേ കൈയും മുട്ടും ഉരഞ്ഞതല്ലാതെ തലയെങ്ങും ഇടിക്കാതെ അവനെ മാതാവ് കാത്തുരക്ഷിച്ചു. ഈ 3 മക്കൾക്ക് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് പുരട്ടി കൊടുക്കാറുള്ളതാണ്. അതുപോലെ തന്നെ അത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, അവനൊരു അസുഖം ഉണ്ടായി, മഞ്ഞപ്പിത്തത്തിൻ്റെ സ്റ്റാർട്ടിങ്. ഒരു ദിവസം അവന് വയറ്റിൽ അസുഖം ഉണ്ടായി. അവൻ്റെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ച് ആ ഡോക്ടർ മരുന്ന് കൊടുത്തു. പക്ഷേ അവന് കുറവില്ല. ഞാനപ്പം മാതാവിൻ്റെ ഉപ്പും തൈലവും കൊടുത്തു. എന്നിട്ടും അവന് കുറയാതെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി മാതാവ് ഇവനെ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് പറയണതെന്ന്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ കൊണ്ട് കാണിച്ച്, അപ്പോൾ ഫാമിലി ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടും ആദ്യം കുറഞ്ഞില്ല. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥനകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്നുള്ള തോന്നൽ വന്നു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അവന് മഞ്ഞപ്പിത്തം സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ, 15 ദിവസം മരുന്ന് കഴിച്ചാൽ മതി, അവന് സുഖമാകുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് അവന് ഇത് കൂടിക്കഴിഞ്ഞ് പനിയോ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഇവനെ ആശുപത്രി അഡ്മിറ്റാക്കും. ഞാനും എൻ്റെ മക്കൾ മാത്രമേ ബാംഗ്ലൂരുള്ളൂ. അഡ്മിറ്റാക്കിയ മാർച്ച് മാസമാണ് പരീക്ഷ നടക്കുന്നത്, മക്കളുടെ പരീക്ഷയെല്ലാം. എൻ്റെ മാതാവ് എന്നെ അതിൽ കാത്തു സംരക്ഷിച്ചു. അടുത്തായി പറയാനുള്ളത് ഞങ്ങളുടെ ബാംഗ്ലൂരിൽ സ്ഥലം വാങ്ങിച്ചിട്ട് ലീഗൽ ഒരു രേഖയാണ്. അത് 8 വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ്. ഞങ്ങൾ 20 ആൾക്കാർ കൂടി അത് ശരിയാക്കാൻ വേണ്ടി പഞ്ചായത്തിൽ ചെന്ന് അന്ന് പേപ്പർ കൊടുക്കണം. അന്ന് ഞാൻ മാതാവിനോട് ഒപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇടി സാക്ഷ്യം പറയുമ്പോൾ അത് കിട്ടിക്കന്നെ അതും പറയണമെന്ന്. പക്ഷേ ഞാനത് വലിയ കാര്യം, ഞാൻ പറഞ്ഞു 20 പേര് കൂടി ചെയ്യണൊരു കാര്യത്തിന് സാക്ഷ്യം പറയേണ്ട കാര്യമുണ്ടോ, നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചത് എന്നുള്ള തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ പിറ്റേ ദിവസം പേയ്മെൻറ്റിന് ചെന്നപ്പോൾ 19 പേരുടെയും പേയ്മെൻറ്റ് ഓക്കെ, എൻ്റെ മാത്രം ക്യാൻസലായി. ഞാൻ അവർ പറഞ്ഞു നാളെ വന്നാലേ ഇനി നടക്കുകയുള്ളൂ. പിറ്റേ ദിവസം ഞാൻ മാതാവിൻ്റെ ഉപ്പും ആയിട്ട് അവിടെ ചെന്ന് അത് ചെയ്യണം, അവിടെ ഇടുകയും ചെയ്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 വർഷം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ പേയ്മെൻറ്റ് ഓക്കെ ആയി. ഇപ്പോൾ ഞങ്ങൾക്ക് ആ കാത്ത ലഭിക്കുകയും ചെയ്തു. ഇനി എനിക്ക് ഞാൻ കാർ ഓടിക്കുമായിരുന്നു. പക്ഷേ 7 സീറ്റർ കാർ ഓടിക്കുക എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് യാതൊരു പേടിയില്ല. എന്നും വണ്ടി ഓടിച്ച് ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഇനി എൻ്റെ ഹസ്ബൻഡ് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റാൻലി. ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ജോലി ചെയ്യുന്നത് സൗദി റിയാദിലും. എനിക്ക് ആദ്യമായി സാക്ഷ്യപ്പെടുത്താനുള്ളത് അമ്മ മാതാവ് ചെയ്ത വലിയൊരു കാര്യമാണ്. എനിക്ക് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഫംഗ്ഷൻ പാർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്താണെങ്കിലും കൂട്ടുകാർ കൂടുമ്പോഴൊക്കെ മദ്യപിക്കുന്നൊരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ടായി. കുറേ ക്രമീകരണങ്ങളും കാര്യങ്ങളും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനുള്ളൊരു ടെൻഡൻസി, അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്ലോലി ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ മദ്യപിക്കുന്നതിൻ്റെ ആ ഒരു ടെൻഡൻസിയും ആഗ്രഹങ്ങളും പൂർണ്ണമായും മാതാവിൻ്റെ അടുത്ത് മാറ്റി. അവസാനത്തെ 1.5 വർഷമായി ഒത്തിരി പാർട്ടികളിലും ഫംഗ്ഷനിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എങ്ങും പോയി മദ്യപിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലില്ല. ഞാനിപ്പോൾ സൗദിയിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും മദ്യപത്തിന് ആ കുപ്പി ഉപയോഗിച്ചിരിക്കുന്ന സെക്ഷനിൽ അങ്ങോട്ട് പോകാനേ എനിക്ക് മാതാവ് ഇടവരുത്തുന്നില്ല. എനിക്ക് എന്തോ ഭയങ്കര അനുഗ്രഹമാണ് എനിക്ക് മാതാവ് വന്നിരിക്കുന്നത്. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ സൗദിയിലെ ജോലിയുടെ കാര്യമാണ്. അവിടെ എനിക്ക് കോൺട്രാക്ട് ജോലിയാണ് ആദ്യം കിട്ടിയത്. ഇപ്പോൾ 1 വർഷമായി. അതിനുശേഷം എനിക്ക് സാലറിയുടെ പ്രശ്നങ്ങളും പിന്നെ കമ്പനിയിൽ നിന്നുള്ള ബെനിഫിറ്റ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പെൻഡിങ് ആയി. ഞങ്ങൾ 5 പേരാണ് കോൺട്രാക്റ്റിലുള്ളത്. ഞങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് സാലറിയുടേത്. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളായി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് കൃപാസനത്തിൽ ഉപ്പുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, അത് കൊണ്ടുപോയി ഓഫീസിൽ ഇട്ടിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഉപ്പ് കൊണ്ടുപോയി ഞങ്ങളുടെ ഓഫീസിലൊരു ചെടിച്ചട്ടിയുണ്ട്, അതിനകത്ത് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ സമയത്ത് തന്നെ എനിക്ക് വേറെ 2 കമ്പനികളിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. 2 കമ്പനിയിലെയും ഓഫർ ലെറ്റർ 1 മാസത്തിനുള്ളിൽ 2 പേരും തന്നു എനിക്ക്, മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. എല്ലാ ഇൻ്റർവ്യൂ എല്ലാം ഈസി ആയിരുന്നു. ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതേസമയം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരുന്നതിന് ശേഷം
ഇപ്പം നിലവിലുള്ള കമ്പനിക്കാർ തന്നെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവർ സോൾവ് ചെയ്ത് അവർ ഇപ്പോൾ സാലറി ഓർഡറിലാക്കി എല്ലാ ബെനിഫിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്കി നല്ല സ്റ്റെബിളായിട്ട് പോകുന്നുണ്ട്. അമ്മ മാതാവ് ചെയ്ത ഈ അനുഗ്രഹത്തിന് വരായിരുന്നെന്ന് പറയുന്നത്. ഇപ്പോൾ വൈഫ് പറഞ്ഞ പോലെ കാത്ത ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ കാത്ത എന്ന് പറയുന്നത് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ പേപ്പറാണ്. സർക്കാരിൻ്റെ രേഖകളിൽ നമ്മുടെ പേരിലാണ് പ്രോപ്പർട്ടി എന്നുള്ളതിൻ്റെ ഒരു രേഖയാണത്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഒത്തിരി കടമ്പകളുണ്ട്. നമുക്ക് ഓഫീസിൽ ചെന്നാൽ നമുക്കത് പെട്ടെന്ന് കിട്ടത്തുമില്ല. ഒത്തിരി പ്രാവശ്യം ഓഫീസിൽ കയറി ഇറങ്ങുകയും അതിൻ്റെ പുറകെ ഞങ്ങളിപ്പോൾ 8 വർഷമായിട്ട് ഞങ്ങളെല്ലാം ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ലീവിന് വന്നപ്പോഴും പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വരെ ശരിയായിട്ടില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എന്നെ അങ്ങോട്ട് പ്രതിഷ്ഠിതത്തിൻ്റെ സാക്ഷിയാക്കണമേ, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് അതിൻ്റെ പേപ്പർ എൻ്റെ കയ്യിൽ തരണം മാതാവേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഈ വരുന്നതിന് 2 ദിവസം മുമ്പ് ആ പേപ്പർ ശരിയായി. അത് ഓൺലൈൻ എനിക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒത്തിരി മാറ്റങ്ങളാണ്. പണ്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒത്തിരി മടുപ്പായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചാലും എത്ര രാത്രിയായാലും ഒരു കൊന്ത ചെല്ലാതെ ഞാൻ ഉറങ്ങാറില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് സത്യം പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനും ഉടമ്പടിയുടെ ഒരു ഭാഗമായി തീർന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാനാണെങ്കിലും അവിടെയാണെങ്കിലും ഒത്തിരി പേർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുകയും പിന്നെ അവിടെ ജീസസ് യൂത്തിൻ്റെ ആക്റ്റീവ് മെമ്പറാണ് ഞാൻ. ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനത്തിനും ഞാൻ പള്ളിയിൽ കീബോർഡൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ലൈഫിൽ കുറേ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. പിന്നീടാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല ഓർഡറായി. പിന്നെ ഒത്തിരി കാര്യങ്ങളായ ലൈഫിലാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം ഞാൻ പള്ളിയിലും പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും മാതാവിലുള്ളൊരു വിശ്വാസം ഒത്തിരി ശക്തമായി എനിക്കിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കൊരു ടെൻഷനും ഇല്ല. എവിടെ പോകണമെങ്കിലും, ഇപ്പോൾ എന്ത് ദൂരയാത്രയായാലും എന്ത് മീറ്റിങ്ങിലാണെങ്കിലും എവിടെ പോയാലും ഞാൻ മാതാവിനോട് നന്മ പറഞ്ഞു ചൊല്ലിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് മാതാവ് എല്ലാം നല്ലോണം നടത്തുകയും നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുവാൻ മാതാവ് എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പത്രം വാങ്ങിച്ചുകൊണ്ട് പോവുകയും അത് ബാംഗ്ലൂരിലെ കന്നഡയും ഇംഗ്ലീഷും മലയാളം മേടിക്കും. മലയാളം ഞങ്ങളുടെ പള്ളികളിൽ തന്നെ കൊടുക്കും. ബാക്കി കന്നഡ പള്ളിയിലും ഇംഗ്ലീഷ് കുർബാനയിലെ സമയത്തും ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓഫനേജിൽ പോകാറുണ്ട്. അവിടെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ബുക്കിനും ഫുഡിനും കാശ് കൊടുക്കാറുണ്ട്. അത് ഓൾഡ് ഏജ് ഹോമിൽ പോകും ബാംഗ്ലൂരിൽ. അവിടെ അമ്മമാർക്കുള്ള മരുന്നുകളെ കാശ് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ വഴിയോരങ്ങളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കച്ചവടക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ചെയ്യുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയെല്ലാം മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയെല്ലാം സാധിക്കുന്നു. എല്ലാ ശനിയും വെള്ളി ശനിയും ഞങ്ങൾ നൊവേനയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ളൊരു ശീലമാണ്. വെള്ളി ശനിയും കൊന്ത ഇല്ലത്തില്ല. നൊവേന, വെള്ളിയാഴ്ച ഉണ്ണീശ്വര നൊവേന, ശനിയാഴ്ച മാതാവിൻ്റെ നൊവേന, ഇതേ ചെല്ലത്തുള്ളൂ. കൊന്തയെല്ലാം ഭയങ്കര മടിയായിരിക്കും എല്ലാവർക്കും. പക്ഷേ അതിപ്പോൾ ആ ശീലം ഈ ഉടമ്പടി എടുത്തത് മുതൽ വീട്ടിൽ എല്ലാ ദിവസവും കൊന്ത എല്ലാനും, അത് പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ പോലും കൊന്ത എല്ലിയായിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ. അതൊരു വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയത്. പിന്നെ എനിക്കുണ്ടായിരുന്ന ശീലം എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിലെ തൊട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലിരിക്കും. അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോഴൊക്കെ അതൊക്കെ ഇങ്ങനെ ഓർത്ത് അവരങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ചിന്തയായി. ഇപ്പം പക്ഷേ അതൊക്കെ ഉടമ്പടി എടുത്തത് മുതൽ അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാറി. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ മക്കളെ ട്യൂഷനാക്കാൻ ഇറങ്ങുമ്പോൾ ജപമാല തുടങ്ങും. തിരിച്ച് വീട്ടിൽ വന്നവരെ ആ ജപമാല ചൊല്ലിക്കൊണ്ടുവരും. അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിനെല്ലാം 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് സമർപ്പിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. പരിശുദ്ധ കൃപാസന മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മെറിൻ, ഞാൻ പരുമലയിൽ നിന്നും വരുന്നു. കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട് ഞാൻ UK-യിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചു. ആ സാക്ഷ്യം തീർന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങളുമായിട്ട് അമ്മയുടെ സന്നിധിയിൽ വരുമെന്ന്. അതുപോലെ തന്നെ ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുന്നതിന് മുൻപ് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിയാണ് പോയത്. അപ്പം എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ ഉള്ളിൽ ചിന്തിച്ചു, എന്തിനായിരിക്കും അച്ഛൻ എൻ്റെ പാസ്പോർട്ട് വാങ്ങിയത്? കാരണം ഞാൻ ആദ്യമായിട്ട് പോവല്ല, ഓൾറെഡി 2.5 വർഷം കഴിഞ്ഞ് വെക്കേഷന് വന്നതായിരുന്നു. എങ്കിലും സാരമില്ല, പോകുന്നത് കൊണ്ടായിരിക്കുമെന്ന് കരുതി ഞാൻ തിരിച്ചവിടെ ചെന്നു, ജോലിക്ക് കയറി. അപ്പം എൻ്റെ 3 ഇയേഴ്സിൻ്റെ വിസയായിരുന്നു ആദ്യം. അപ്പം അത് റിന്യൂവലിൻ്റെ ടൈമായിരുന്നു. അപ്പം ഞാൻ വെക്കേഷൻ ഇവിടെ വന്ന ടൈമിലായിരുന്നു അതിൻ്റെ ഇനീഷ്യൽ
പ്രോസസ്സൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ബാക്കിയുള്ള ഞങ്ങളൊരു 10-20 പേരിൽ കൂടുതലുണ്ട്, അവരുടെയൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ വിചാരം, ഞങ്ങൾക്ക് ആദ്യം എനിക്കൊരു മെയിൽ വന്നപ്പോൾ ഞാനതിന് ഓക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ഒരു വിചാരം ഓക്കെ എൻ്റെതും തുടങ്ങിക്കാണും പ്രോസസ്സ് എന്നായിരുന്നു. പക്ഷേ ഞാനൊരു ലീവ് ആപ്ലിക്കേഷന് കൊടുക്കുന്ന സമയത്താണ് അറിഞ്ഞത് എൻ്റെത് പ്രോസസ്സിങ് തുടങ്ങിയില്ല. അവർ വേറൊരു മെയിൽ അയച്ചതിൽ ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ വിചാരം ഈ 3 years കഴിയുമ്പം ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുവാണ്, വേറെ എങ്ങോട്ടേലും മാറാനായിരിക്കും എൻ്റെ പ്ലാൻ എന്ന് കരുതി. അത് അവരുടെ കുറ്റമല്ല, ഞാൻ ആ മെയിലിന് റിപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അവരങ്ങനെയാണ് കരുതിയത്. പക്ഷേ ഞാനപ്പം സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വേറൊരു രാജ്യത്താണ്, നമുക്ക് വേറെ അപ്രോച്ച് ചെയ്യാൻ ആരുമില്ല, ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പം ഏറ്റവും വലുത് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ചിലപ്പോൾ ഇതെനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അമ്മ എനിക്കൊരു അവസരം തരുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ 2-3 മാസം അവരോട് സംസാരിക്കും, ഓരോ വട്ടം പോകുമ്പോഴും സംസാരിക്കും. അപ്പോൾ പറയും, ഈ ബാക്കിയുള്ളവരുടെ കൊടുത്തേക്കുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരാളുടെയും കൂടെ കൊടുക്കുമ്പോൾ ചിലപ്പം അവരുടെ പ്രോസസ്സിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യും. പക്ഷേ ഒരു 100% ഞങ്ങൾ ഉറപ്പിപ്പോൾ പറയുന്നില്ല. എനിക്ക് വേറൊന്നും നോക്കാനും പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നുമില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ഉള്ളിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, ഇതെന്തായാലും മാതാവ് നടത്തിത്തരും. അതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി ടെൻഷൻ അടിച്ചെങ്കിലും പിന്നെ ഞാനത് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ലായിരുന്നു കുറച്ചൊക്കെ. ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പം ഉപ്പിട്ട് പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം ചൊല്ലും. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് HR ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതുപോലെ COS ഓക്കെ ആയി, നാളെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് മുന്നേ കൊടുത്തവരുടെയൊക്കെ ഒരു 10-15 days എടുത്തു ഈ വിസ ശരിയായി വരാൻ. പക്ഷേ എൻ്റെ വെറും 3 ദിവസം കൊണ്ട് എൻ്റെ വിസ അടിച്ച് വന്നു. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരു ടെൻഷനോ അല്ല ഈ വിസയുടെ ഒരു പ്രോസസ്സിങ്ങിൻ്റേതായുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ തന്നെയാണ് ചെയ്തത്, മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വീണ്ടും എൻ്റെ വിസ റിന്യൂവലായി കിട്ടി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വിവാഹത്തിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞൊരു വർഷമെന്ന് പറയുന്നത് ദൈവം എന്നെ ഒരുക്കിയ ഒരു വർഷമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ ദിവസവും ഞാൻ അമ്മ മാതാവിനെ എനിക്കറിയില്ല എങ്ങനെയാണ്, എൻ്റെ കൂടെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വേറെ പറയാൻ ആരുമില്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും ആരുമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ ഞാൻ കടന്നു പോയപ്പോഴും അമ്മ എന്നെ ചേർത്ത് നിർത്തി. അപ്പം ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം ഇത് നടക്കണമെന്ന് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കും. അപ്പം ഓരോ സ്വപ്നത്തിലൂടെയും ഓരോ സാന്നിധ്യത്തിലൂടെയും അമ്മ എൻ്റെ കൂടെ നിന്നു. അതുപോലെ തന്നെ ഞാൻ ബൈബിള് തുറക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഹഗ്ഗായിയുടെ പുസ്തകം, ഹഗ്ഗായിയുടെ 2-ാം അധ്യായത്തിൽ 23-ാം വാക്യമെന്ന് തോന്നുന്നു, ആ മാസം 24-ാം തീയതി എന്നൊരു ഡേറ്റ് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്താണ് 24 എന്താണ്, എന്തെങ്കിലും എക്സാമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ 24 തിരയാൻ തുടങ്ങി. പക്ഷേ 24-ാം തീയതി എനിക്കങ്ങനെ ഒരു പ്രത്യേകതയൊന്നും തോന്നിയില്ല. എങ്കിലും ഇപ്പോൾ കൂടെ ഞാൻ ഇവിടെ വന്ന് ബൈബിൾ തുറന്നപ്പോൾ ഈ 24 ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ മെയ് 24-നായിരുന്നു എൻ്റെ മാരേജ്. അപ്പം അതാണ് മാതാവ് എനിക്ക് കാണിച്ച് തന്നുകൊണ്ടേ ഇരുന്നത്, ഈ 24 എന്നുള്ളത്. അപ്പം അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും സഹായത്തോടെ ഏറ്റവും ഭംഗിയായി എൻ്റെ മാരേജ് നടന്നു. അതുപോലെ തന്നെ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ സ്റ്റെയറിൽ നിന്ന് വീണു, അതും ഡയറക്റ്റ് മേളിൽ നിന്ന് താഴോട്ട് വീഴുമായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് കുറച്ച് നേരം ഒരു 2-3 സെക്കൻഡ് ഞാനൊരു അൺകോൺഷ്യസ് ആയിപ്പോയി. അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണുറന്നപ്പം ഇങ്ങനെ ബ്ലഡ് പോകുന്ന കണ്ടു. ഞാൻ കരുതി ഇനി എൻ്റെ തല പൊട്ടിയോ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഫോണോ ഒന്നുമില്ല ആരെയും വിളിക്കാൻ, പക്ഷേ ജസ്റ്റ് നെറ്റി ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ എൻ്റെ മുട്ട് മുറിഞ്ഞു, എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്ക് ഹോൾഡ് ചെയ്യാനൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തു ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിശുദ്ധ തൈലം എടുത്ത് എൻ്റെ കാലിലും കയ്യിലും ഒക്കെ പുരട്ടി. എനിക്ക് വൈകുന്നേരം ആയപ്പം അങ്ങനെ വീണതിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല. അതുപോലെ
ആത്മീയമായി ഒരുപാട് വളരാൻ സാധിച്ചു. ഒരു കുമ്പസാരത്തിലും പരിശുദ്ധ കുർബാനയിലും ഒക്കെ ഒരുപാട് ആത്മാർത്ഥത കാണിക്കാൻ കഴിഞ്ഞു. നേരത്തെയും കുർബാനയും കുമ്പസാരം ഉണ്ടെങ്കിലും കുമ്പസാരം ഒന്നും നമുക്ക് ഇടയ്ക്ക് പോയി കുമ്പസാരിക്കും വരുമെന്നല്ലാതെ അതിനോടൊരു റുട്ടീനായുള്ളൊരു കുമ്പസാരമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുമ്പസാരവും പരിശുദ്ധ കുർബാനയും അവിടെ ആയിരിക്കുമ്പോൾ എന്നും ഒന്നും നമുക്ക് മാസിന് പോകാൻ പറ്റില്ലെങ്കിലും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ പോകാൻ സാധിച്ചു. ഒരുപാട് പേരോട്, അവിടെയുള്ള ആൾക്കാരോടാണെങ്കിൽ പോലും മാതാവിനെ പറ്റി സംസാരിക്കാനും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഞാൻ നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ചിലർക്ക് ഇതാവശ്യമാണ് എന്ന് തോന്നുന്ന സാക്ഷ്യങ്ങൾ പർട്ടിക്കുലറായിട്ട് ഞാൻ ഓരോരുത്തർക്ക് ഷെയർ ചെയ്യും. അവിടെയും മാതാവിൻ്റേതായ ഇവിടെ വിശ്വസിക്കുന്ന അല്ലെ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഷെയർ ചെയ്യുകയും പ്രെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുമ്പം അവിടെ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഫുഡ് ബാങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് ബാങ്കിൽ അങ്ങനെ ഫുഡൊക്കെ ഷെയർ ചെയ്യുകയും അതുപോലെ നാട്ടിൽ നമുക്ക് നീഡിയായിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സാധിച്ചു. അമ്മ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു.